അഭിനയ രംഗത്ത് വർഷങ്ങളായി തുടരുന്ന നടി നയൻതാര ഒട്ടുമിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും അഭിനയിച്ചു കഴിഞ്ഞു. തമിഴിലും മലയാളത്തിലും തെലുങ്കിലും വലിയ ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ നയൻതാരയ്ക്ക് സാധിച്ചു. ബോളിവുഡിൽ വരാനിരിക്കുന്ന നയൻതാരയുടെ അടുത്ത ചിത്രത്തിൽ സൽമാൻ ഖാനാണ് നായകൻ. സഹപ്രവർത്തകരുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നയാളല്ല നയൻതാര. പ്രൊഫഷണലായി ബന്ധം മാത്രമേ മിക്കപ്പോഴും നടി വെക്കാറുള്ളൂ. എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഒരുപാട് ഡിപ്ലോമസിക്ക് നയൻതാര തയ്യാറല്ല. സൂപ്പർ സ്റ്റാർ സിനിമകളായതുകൊണ്ട് കരിയറിലെ തുടക്കകാലത്ത് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ തയ്യാറായെങ്കിലും ഇപ്പോൾ അത്തരം റോളുകളോട് നയൻതാര നോ പറയുകയാണ്. തെലുങ്കിലെ താരങ്ങളെക്കുറിച്ച് സംസാരിക്കവേ ഒരിക്കൽ നടൻ രവി തേജയെക്കുറിച്ച് നയൻതാര പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. രവിയും താനും നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോഴും സുഹൃത്തുക്കളാണ്. പക്ഷേ കാണാറോ സംസാരിക്കാറോ ഇല്ല. രണ്ടു പേർക്കും തിരക്കുകളാണ്. തങ്ങൾ സെറ്റിൽ ഹിന്ദിയിലാണ് സംസാരിച്ചിരുന്നത്. രവി തേജയ്ക്കൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നും നയൻതാര ചൂണ്ടിക്കാട്ടി. തെലുങ്കിലെ താരങ്ങൾക്കൊപ്പം ഒന്നിലേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിനാൽ അവർ തനിക്ക് കുടുംബം പോലെയാണെന്നും നയൻതാര അന്ന് പറഞ്ഞു. നയൻതാരയുടെ കരിയറിലെ തുടക്കകാലത്ത് തെലുങ്കിൽ മുൻനിര നായക നടനാണ് രവി തേജ. ദുബായ് സീനു ആണ് ഇവർ ഒന്നിച്ചഭിനയിച്ച ശ്രദ്ധേയ സിനിമ. ഇന്ന് പഴയ താരമൂല്യം രവി തേജയ്ക്കില്ല. 2010 വരെ സൂപ്പർ താരമായിരുന്നു രവി തേജ. ആക്ഷൻ, റൊമാൻസ്, ഡാൻസ് എന്നിവയിലെല്ലാം മികച്ചു നിന്ന നടൻ 2011 ശേഷം കരിയറിൽ വീഴ്ച വന്നു തുടങ്ങി. 6 ഫ്ലോപ്പുകൾ നടന് തുടരെ വന്നു. ഒരു വർഷത്തിനുള്ളിലായിരുന്നു ഇത്രയും പരാജയ സിനിമകൾ. സ്ഥിരം ചേരുവകളുള്ള രവി തേജയുടെ സിനിമകളോട് പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നി തുടങ്ങി. പിന്നീട് ഇടയ്ക്ക് ചില ഹിറ്റുകൾ ലഭിച്ചെങ്കിലും മാർക്കറ്റ് വാല്യൂ നിലനിർത്താൻ രവി തേജയ്ക്ക് കഴിഞ്ഞില്ല. ഇതോടെ നിർമ്മാതാക്കൾ രവി തേജയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാതായി. പ്രതിഫലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വന്നു. ഇതിനിടെ 2016 കരിയറിൽ നിന്നും ഒരു വർഷത്തേക്ക് രവി തേജ മാറി നിന്നു. തിരിച്ചു വന്നപ്പോഴും പരാജയങ്ങൾ മാത്രം.